പ്രഭാതത്തിൽ ഏറ്റവും ആദരണീയനായ മലയാള ക്രൈസ്തവ ലോകത്തിന് തന്നെ ദൈവം കാലഘട്ടത്തിൻ്റെ വരദാനമായി എഴുന്നേൽപ്പിച്ച ശ്രീ ജെ.സി. ദേവ് സാറിനോടൊപ്പം ഒരു ചെറിയ സാഹിത്യ പരിച്ഛേദം എന്ന നിലയിൽ നമുക്ക് ഇത്രത്തോളം പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് വരുവാൻ സർവേശ്വരൻ കനിവ് കാട്ടി. ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുയേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം ഈ സാഹിത്യ സല്ലാപം ആദരണീയനും അതുപോലെ ദൈവം ഏറ്റവും ഉപയോഗിച്ചു വരുന്ന പ്രിയ സാറിൻ്റെ ഈ ഭവനത്തിൽ തന്നെ കർത്താവ് അനുവദിച്ചിരിക്കുന്നു. പ്രാരംഭമായി പ്രിയ ബാവുച്ചാൻ, ഡോക്ടർ ഒ.ജെ. ജോൺ സാർ ആസ് എ ഫാമിലി, രാജൻ തോമസ്, ഓഫ് കോഴ്സ് എക്സ് ബഹ്റൈൻ ആസ് എ ഫാമിലി, മിസ്റ്റർ ജോൺ പോൾ, അനിൽകുമാർ, അതുപോലെ ജോൺ പണിക്കർ, ലെറ്റ് മീ സേ അങ്കിൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. തത്സമയം ജോയ്സ് ആൻറ്റിയും തിരക്കുകൾക്ക് മധ്യത്തിലും ജോയിൻ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നാം പ്രാർത്ഥിച്ച് സമയം അല്പവും മുൻപോട്ട് പോകാതെ ഇത് സമാരംഭിക്കാം. പ്രാരംഭരംഗത്ത് മിസ്റ്റർ ജോൺ പണിക്കർ അങ്കിൾ അവർ പ്രാർത്ഥിക്കും. അതേ തുടർന്ന് ദേവച്ചായനോട് തുറന്ന മനസ്സോടെ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല സ്മരണകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ നാം ആരായും. അതുപോലെ തന്നെ ഈ സല്ലാപത്തിൽ പങ്കെടുത്തുകൊണ്ട് കാലിക പ്രസക്തിയുള്ള സാഹിത്യ വേദാധാരപരമായ സംഭാവനകളെ വിലയിരുത്തിക്കൊണ്ടുള്ള വളരെ ക്രിയാത്മകമായ പ്രയോജനകരമായ ഒരു ചർച്ചയായിരിക്കും ഇത്. ആധുനിക മാധ്യമത്തിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് വിശാലമായ ഒരു അർത്ഥത്തിൽ ഇതിൻ്റെ പ്രയോജനം സിദ്ധിക്കും. അനേകർക്ക് ഇത് തുടർന്നും കാണുവാൻ, കേൾക്കുവാൻ, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധ്യതമാകും. ആ നിലയിലാണ് ഈ ക്രമീകരണം. ഇപ്പോൾ just now I cordially invite Mr. John Panikar to lead us in a short word of prayer. ഞങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുന്ന നിങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമനിമിത്തം ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് അറിയിച്ചുള്ള പ്രകാരം അവിടുത്തെ വിലയേറിയ ഭൃത്യന്മാരായിരിക്കുന്ന കർത്തദാസന്മാരുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് പോൽക്കാലം വിശേഷാൽ ദേവ് സാറിൻ്റെ ഈ ഭവനത്തിൽ കടന്നു വന്ന് കർത്താവെ, ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ കാണുവാൻ അവസരം ലഭിച്ചു. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്ന അവിടുന്ന് അറിയുന്നു. ഞങ്ങൾ ഗുണമെല്ലാം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന വലിയവനായ കർത്താവിന് മുമ്പാകെയാണ് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ കർത്താവെ പാപികളും ദോഷിയുമായിരുന്നു. കർത്താവെ, ജീവനുള്ള ദൈവം ജീവിച്ചവരായിരുന്നുവെങ്കിലും കർത്താവ് ഞങ്ങളോട് കാണിച്ച മഹാകരുണ പ്രകാരം കർത്താവെ, ഞങ്ങൾക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനും രക്ഷിക്കപ്പെടുവാനും കർത്താവെ, ഞങ്ങൾക്ക് അങ്ങനെ കർത്താവിനെ അറിയുവാനും ഇടയായി. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ഭൃത്യന്മാരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ എല്ലാവിധമായ സംഭാഷണങ്ങളും കർത്താവെ ദൈവമേ, വിശേഷാൽ കർത്താവിന്റെ ദാസൻ ദേവ് സാറിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അളവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മധ്യ പ്രവർത്തിക്കുകയും കർത്താവെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗായി ഞങ്ങൾ കർത്താവെ തീരുവാൻ തക്കവണ്ണം അവിടെ സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സിസ്റ്റങ്ങളെയും കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. മാനവമോഹത്തോട് നിർത്താട്ടെ യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. Let's welcome Mr. Saju Kalev all the way from High Range this morning as he is handling the media and the system. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മുഖവുര കൂടാതെ നമ്മുടെ ഈ സാഹിത്യ സല്ലാപത്തിലേക്ക്
നാം പ്രവേശിക്കുന്നു. പ്രാരംഭമായി ആദരണീയനായ ജെ.സി. ദേവ് സാറിനോട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ സാധ്യതമാകുന്ന നിലയിൽ ലളിതമായ ഒരു ചോദ്യം ഞാൻ മുൻപോട്ട് ഉന്നയിക്കട്ടെയോ? സർ, അങ്ങയുടെ ജീവിതം പിന്നാമ്പുറത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അഥവാ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവസുറ്റ നാളുകൾ, രാപകലുകൾ എന്നെ അങ്ങ് ക്രൈസ്തവ സാഹിത്യം എന്ന് മാത്രമല്ല, വിശാലമായ അർത്ഥത്തിൽ മലയാളക്കരയിൽ ഇരുത്തം വെച്ച സമകാലിക സാഹിത്യ സംഭാവനകൾ നൽകിയ പ്രഗത്ഭരുമൊത്ത് ഒരു ഒത്തുചേരലിന് ഭാഗ്യം സിദ്ധിച്ച അനുപമനാണ് എന്തുകൊണ്ടും ശ്രീ ജെ.സി. ദേവ് സാർ. ആകട്ടെ, അങ്ങയുടെ ഇടപര്യന്തരമുള്ള ജീവിത വഴിത്താരയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ക്രിസ്തീയ സാഹിത്യ നഭോമണ്ഡലത്തിൽ അങ്ങേക്ക് ഈ തരുണം ഞങ്ങളുടെ മധ്യത്തിൽ പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുക? ഈ നല്ല സന്ദർഭത്തിൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായൊരു വഴിത്തിരിവ് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ്. ഞാൻ ജനിച്ച് വളർന്നതെല്ലാം തൃശ്ശൂരിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ്. അപ്പോൾ മതപരമായ ഒരു സംസ്കാരവും ചരിത്രവും അതിൻ്റെതായ പഠനവും പരിചയങ്ങളും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വഴിയിൽ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് എൻ്റെ ജീവിതത്തിന് വഴിത്തിരിവായിട്ട് മാറിയത്. ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളും പരിചയങ്ങളും ആചാരങ്ങളും അനുസരിച്ചല്ല എൻ്റെ മുൻപോട്ടുള്ള പോക്ക്. യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി വിശ്വസിച്ചേറ്റ് പറഞ്ഞു. അതാണ് വഴിത്തിരിവ് എന്ന് പറയുന്നത്. അത് 1969 ഫെബ്രുവരി മാസം 16-ാം തീയതിയായിരുന്നു. അങ്ങനെ ആ വഴിത്തിരിവുണ്ടായി. മതപരമായ പഠനങ്ങളിൽ തന്നെ മുൻപോട്ട് പോകണം എന്നൊരു ചിന്ത എനിക്കുണ്ടായത്. അപ്പോൾ പള്ളിയുമായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. പള്ളിയോട് ചേർന്ന് വൈദികരോട് ചേർന്ന് അങ്ങനെ സഹകരിച്ച് മുമ്പോട്ട് പോകും. മതപഠനങ്ങൾ നടത്തും. ഞങ്ങളുടേതായ ചില പരിമിതികളിലോ സൗകര്യങ്ങളിലോ സാഹചര്യങ്ങളിലോ ഒതുങ്ങിയിരുന്ന് ദൈവശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളിൽ കുറെ മുൻപോട്ട് പോകാൻ സാധിച്ചു. ഞങ്ങളുടെ തൃശ്ശൂർ രൂപതയിലെ ആദ്യമായിട്ട് അൽമായർക്ക്, അതായത് വൈദികമല്ലാത്ത ആളുകൾക്ക്, അൽമായർക്ക് തിയോളജിക്കൽ പഠനത്തിൻ്റെതായ സൗകര്യം ഉണ്ടായപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന് എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. അങ്ങനെ ആദ്യത്തെ ആ ബാച്ചിൽ ചേർന്ന് ഞാൻ പഠിച്ചു. ദൈവശാസ്ത്രം എന്ന് വേണ്ട, അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അതൊരു വൈദിക പഠനത്തിന് തുല്യമായ ഇക്വലായിട്ടുള്ള സംവിധാനമായിരുന്നു. അതുകൊണ്ട് ഒരു വൈദികൻ സെമിനാരിയിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളെല്ലാം എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അതിലെ ഉപരിയായ പഠനത്തിന് അവസരം കിട്ടാനും ഒക്കെ സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് തന്നെ എനിക്ക് പത്രപ്രവർത്തനത്തിൽ താല്പര്യമുണ്ടായിരുന്നു, എഴുതാനൊക്കെ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ എഴുത്ത് ആരംഭിക്കുന്ന ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്താണ്. അത് ഒരു ചെറുകഥയായിരുന്നു. വേദനയുടെ മൂർച്ചൊളിയിൽ എന്ന ഒരു ചെറുകഥയാണ് ആദ്യം എഴുതുന്നത്.
അങ്ങനെ എഴുതി ഞങ്ങളുടേതായ മാസികകളിൽ, കത്തോലിക്കലുടേതായ മാസികകളിലൊക്കെ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ എനിക്ക് ഫാദർ വടക്കൻ്റെ തൊഴിലാളി പത്രത്തിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടി. അതൊരു തൊഴിൽ അവസരമാണ്. അപ്പോൾ തന്നെ എനിക്ക് എഴുതുന്ന കാര്യത്തിൽ ശരിയായ ഒരു ജേർണലിസത്തിൻ്റെ ആ വകതിരിവിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതാനുള്ള ഒരു പരിശീലനം വടക്കരച്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അന്ന് എന്നെ വളരെ സഹായിച്ച വേറൊരു മഹാനായ മനുഷ്യനാണ് എം എ ജോസഫ് നെടുങ്കുന്നം സാറ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിക്കുക, കറക്റ്റ് ചെയ്യുക, പത്രത്തിൽ കൊടുക്കുക, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രോത്സാഹനമാണ്. ഇതെല്ലാം എന്നെ ഒരു പ്രത്യേക ദിശയിലേക്കാണ് നയിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ആ കാര്യം ദീർഘമായിട്ട് പറയുന്നില്ല. അങ്ങനെ നയിച്ച് എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളി കിട്ടി. ഞാൻ അവൻ പറയുന്നത് ദൈവവിളി എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ വിളി കിട്ടി. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കുന്നതിനുള്ള മാധ്യമങ്ങളെ പറ്റിയൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും. അത് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, നമുക്കറിയാവുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുക, ആ കൃപാവരങ്ങൾ, ആ താലന്തുകൾ, ആ സാധ്യതകൾ, അതെല്ലാം പരമാവധി ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ രീതിയിലാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നത്. അവിടെ ദീർഘവർഷങ്ങളായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയ ചിന്ത എന്ന് പറയുന്നത്, ഈ വിശ്വാസ സമൂഹത്തിന് സാഹിത്യവുമായിട്ട് ബന്ധമുണ്ടാകണം, അറിവുണ്ടാകണം, പരിശീലനം കിട്ടണം. അവരെ സാഹിത്യത്തിലൂടെ യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ചെറുപ്പക്കാർക്ക് പ്രചോദനം വേണം, ഒരു മെന്ററിങ് ഉണ്ടാവണം, ട്രെയിനിങ് ഉണ്ടാകണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതിന് പ്രത്യേക ചില സങ്കേതങ്ങളെല്ലാം കണ്ടെത്തി അവർക്ക് ആരംഭിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഈ പ്രവർത്തനങ്ങൾക്ക് എന്നെ വളരെ സഹായിച്ചതോ അല്ലെങ്കിൽ അതിനൊരു വഴി തുറന്നു വന്നതോ പത്രവുമായിട്ടുള്ള എൻ്റെ പരിചയമായിരുന്നു. അത് ഇന്നും വരെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പത്രപ്രവർത്തനത്തിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആശയങ്ങളോട് എൻ്റെ സമൂഹത്തിന് യോജിക്കാനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ എഴുതിയ ഒരു ലേഖനം ഓർക്കുന്നത്, പൊന്നിൻ വീഴ്ച വിറ്റും പള്ളിപ്പെരുമാൾ നടത്തിയും പാവങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമോ എന്നൊരു ലേഖനം ഞാൻ എഴുതി. അത് 1971. ആ ലേഖനം പ്രസിദ്ധീകരിച്ച തൊഴിലാളി ഇവിടെ ആ പോസ്റ്റർ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഒത്തിരി ചലനമുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, എതിരാളികളെ സൃഷ്ടിച്ചു. അതിൻ്റെതായ പ്രത്യാഘാതങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് നിമിഷമുണ്ടായിട്ടില്ല. ഞങ്ങളുടെ ബിഷപ്പ് ഒരു 10 വർഷത്തിന് ശേഷം അത് ഇതേ ആശയം തന്നെ അദ്ദേഹത്തിന്റെ പാരിഷ് ബുള്ളറ്റിൽ ഇടയലേഖനമായിട്ട് പള്ളികൾക്കെല്ലാം കൊടുത്തു. ഞാൻ പത്രത്തിൽ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചു. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പത്രപ്രവർത്തനം, സാഹിത്യരചന, സാഹിത്യപരമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ഒരു ദൈവവിളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിങ്ങനെ പ്രവർത്തിച്ച് ഇപ്പോൾ ഓരോ വർഷങ്ങളായി ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതി 10-55ഓളം പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊരു 43-44 പുസ്തകങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ പുസ്തകത്തിന്റെ രൂപത്തിൽ തന്നെയൊക്കെ കിടപ്പുണ്ട്. ചിലതൊക്കെ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആരൊക്കെയോ കൊണ്ടുപോയി അതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഏതായാലും അതൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നും കാണില്ല, എവിടെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇപ്പോഴും എഴുത്ത് തന്നെ തുടരുന്നുണ്ട്.
ഇന്നലെ ഞാൻ ഒരു പുസ്തകത്തിന് അവതാരി എഴുതി വെച്ചിപ്പം ഇന്നോ നാളെ അത് പോസ്റ്റ് ചെയ്യണം. ആ അവതാരി എഴുതിയിരിക്കുന്നത് ഈ ബ്രദറൻ പ്രസ്ഥാനത്തെ പറ്റിയാണ്. അപ്പോൾ അത് ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ആൾക്ക് എത്തിക്കണം എന്ന് തോന്നുമ്പോൾ എനിക്ക് പോസ്റ്റ് ഓഫീസിലൊന്നും പോകാനൊക്കെയില്ല. അതിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നോ നാളെയോ അത് പോസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിന് അടുത്ത ദിവസം കിട്ടുമെന്ന് അദ്ദേഹം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ആ കാര്യങ്ങളൊക്കെ അവസരം കിട്ടുമെന്ന് പിന്നീട് പറയാം. ഏതായാലും ഇതെൻ്റെ ഒരു ശുശ്രൂഷയാണ്, ദൈവം ഏൽപ്പിച്ച ഒരു മിനിസ്ട്രി ദൗത്യം. അനുബന്ധിച്ച് ഒരു സംശയം. ഈ ദൈവവിളി എന്ന് പറയുമ്പോൾ ആ ചെറിയ പ്രായത്തിലുണ്ടായ ദൈവവിളി അന്ന് ഇന്നത്തെ പോലെ ഒരു പ്രേക്ഷിത ദൗത്യ നിർവഹണം അല്ലെങ്കിൽ ഒരു സുവിശേഷ വേലക്കാരനായിട്ട് അല്ലെങ്കിൽ സുവിശേഷ വിഹിത സഭയുടെ അംഗമായിട്ട് മാറുന്നതിന് മുമ്പാണോ അതിന് പിൻപാണോ, അല്ലെങ്കിൽ അതിൻ്റെ ധാരണ എന്താണ്? എനിക്ക് വിശുദ്ധന്മാരുടെ ജീവിതാനുഭവങ്ങൾ വായിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോ മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ സിംബോളിക്കലാണ്, ഫിലോസഫിക്കലാണ്, അതിനൊന്നും വലിയ വാല്യൂ ഇല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം മൂന്നെടുത്ത് വളഞ്ഞ് ഒരു നല്ല വിശുദ്ധനായ പ്രേക്ഷകനായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യമുണ്ടായത്. ഇന്നത്തെ ഇതുപോലുള്ളതായ സുവിശേഷകൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പ്രവർത്തിക്കുക, സുവിശേഷ വേലയിൽ ഏർപ്പെടുക, കഴിയാവുന്ന പോലെ പ്രവർത്തിക്കുക. അപ്പൊ എനിക്ക് ഇതിന്റെ മെച്യൂരിറ്റി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. തിയോളജി പഠനം നടത്തിയിട്ടുണ്ട്. അത് എന്നെ വളരെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ നല്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക, അതാണ് എൻ്റെ പ്രേക്ഷിത ദൗത്യം. നല്ല ഒരു ക്രിസ്ത്യാനി. ഒരു സംശയങ്ങളുണ്ട്. തിയോളജി പഠിച്ചെന്ന് പറയുമ്പോൾ അത് കാത്തലിക് തിയോളജി ആണോ അതോ അല്ലാതെ ജനറൽ ക്രിസ്ത്യൻ തിയോളജി ആണോ? ഞാന് ബേസിക്കായി പഠിച്ചത് കാത്തലിക് തിയോളജിയാണ്. അത് അടിസ്ഥാനപരമായ പഠനം. പ്രോപ്പർ തിയോളജി പഠിച്ചു, ക്രിസ്റ്റോളജി പഠിച്ചു, അതുപോലെ ഫിലോസഫി പഠിച്ചു. എന്തെല്ലാം ഒരു സെമിനാരി വൈദികനെ പഠിക്കാൻ സാധിക്കുമൊക്കെ പഠിച്ചു. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അതൊരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഞാൻ ഒരിക്കലും ഒരു ഫ്രെയിമിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയില്ല. ആന്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ അന്വേഷിക്കും. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഇപ്പോഴത്തെ സ്ക്രിപ്ചറൽ ബേസിസിലേക്ക് വന്ന് നിൽക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ എല്ലാം പൂർത്തിയാക്കിയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓർമ്മക്കുറവൊക്കെ ഉണ്ടെങ്കിലും പഠിക്കണമെന്നുള്ള താല്പര്യം ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ സുവിശേഷകൻ എന്ന കൺസെപ്റ്റിനേക്കാൾ കുറച്ചുകൂടെ ശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ദൈവം നടത്തിയിട്ടുള്ളത്. പ്രയോജനകരമായും പ്രചോദനാത്മകമായും ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങളുടെ ആദ്യത്തെ അന്വേഷണം, അതിനെ ഉന്നയിച്ച ആ ചോദ്യത്തിന് സാറ് സംക്ഷിപ്തമായി ടു ദ പോയിന്റ് മറുപടി വ്യക്തമായി നൽകി. അല്പം വിശദീകരണം ആവശ്യമുള്ള ഒരു ഭാഗത്ത് ശ്രീ MV ബാബുച്ചായൻ ആവർത്തിച്ച് അതിൻ്റെ വിശദീകരണം അല്പം കൂടെ ലഭ്യമാകത്തക്ക നിലയിൽ ആരാഞ്ഞു.
അതിന് വളരെ നന്ദിയുണ്ട് ഇരുവരോടും. ഒരു പ്രത്യേക ചോദ്യവും കൂടെ ഈ സല്ലാപത്തിൽ ശ്രീ ജെ.സി. ദേവ് സാർ അവരുകളോട്. വിഷ്ണുവിൻ്റെ ഒരു പകരം ജീവൻ, ഒരു കല്ലറയുടെ സംഗീതം, അതിനുശേഷം രക്ഷയുടെ കാര്യമൊക്കെ പലപ്പോഴും സാറ് പൊതുവേദികളിലും പ്രസ്താവിച്ചിട്ടുണ്ട്. ദീർഘയാത്രാ മധ്യേ വീണു കിട്ടിയ ട്രാക്റ്റ്, പിന്നീട് കോട്ടയത്തെത്തിയത്, ബ്രദറൻ സമൂഹത്തിലെ അതിശ്രേഷ്ഠരുമായി ഇരുത്തം വന്ന ഒരു പരിചയം, അതിനുശേഷം തീർച്ചയായിട്ടും മുക്കൂട്ടുതറ വന്ന് ആ യാത്ര റാന്നി മേഖലയിൽ എത്തിയതും, എൻ്റെ ഓർമ്മയിൽ തന്നെ ബാലസഖി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മീക മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുവാൻ ഇന്ന് നിങ്ങളുടെ ഓർക്കുന്നു. റാന്നി പന്തമ്പുഴയിൽ ക്രമീകരിച്ച ഒരു പരസ്യയോഗത്തിൽ അന്ന് സാറ് എന്നെ മുന്നോട്ട് ആനയിച്ചു അവിടെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. ആദ്യമായ ഒരു പരസ്യയോഗത്തിൽ രണ്ടു വാക്ക് അടുപ്പിച്ച് പറയുന്നത് അന്നാണ്. പക്ഷെ സാറ് എൻ്റെ കുഞ്ഞുള്ള വാക്കുകളെല്ലാം കഴിഞ്ഞ് എൻ്റെ അരികിലെത്തി പറഞ്ഞു, അതിങ്ങ് എഴുതിത്തരണം, ബാലസഖിയിൽ പബ്ലിഷ് ചെയ്യാം. പോകട്ടെ, യുക്തിയും വിശ്വാസവും ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന് വിശ്വാസ സമർത്ഥന മേഖലയിൽ, അപ്പോളജറ്റിക് മേഖലയിൽ യുക്തിസഹമായ കാര്യങ്ങളെ വിലയിരുത്തി അതിനെതിരെ ആഞ്ഞടിച്ച ഒരു ഖഡ്ഗമായിരുന്നു യുക്തിയും വിശ്വാസവും മാസിക. അതിൻ്റെ ഓരോ വാല്യവും ഇന്നും അനവധി ആളുകൾ അത് നിക്ഷേപം പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരൊറ്റ ചോദ്യം മാത്രം. 54 രചനകൾ, 45-ൽ പരം പ്രകാശം കണ്ട വരികൾ. ഇതുവരെയുള്ള സാഹിത്യ സഭയിൽ എനിക്ക് സംതൃപ്തിയാണ്, അല്ല ഇനിയും ചിലതുകൂടെ ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരു ആത്മസംതൃപ്തിയും കർത്താവ് നൽകിയ നിയോഗം ഇതുവരെ നിറവേറ്റിയെന്ന ഒരു ചാരിതാർത്ഥ്യമാണോ പിന്നിലേക്ക് നോക്കുമ്പോൾ ഉള്ളത്? അതേക്കുറിച്ച് എന്ത് പറയുന്നു? വളരെ ലഘുവായ നിലയിൽ ഒരു മറുപടി ഞങ്ങൾ ഈ സല്ലാപത്തിൽ പ്രതീക്ഷിക്കുന്നു. ഒരു എഴുത്തുകാരൻ്റെ ദൗത്യം എന്ന് പറയുന്നത് സത്യസന്ധമായ സാഹിത്യ രചന നടത്തുക. ഒരു വിളി പോലെ അതിനോട് അനുസരണം കാണിച്ച് ദൈവികമായ സത്യങ്ങൾ, ആത്മീയമായ സത്യങ്ങൾ അനുവാചകരുടെ കൈകളിൽ ചെന്നെത്തിക്കുകയാണ്. ഇതാണ് എഴുത്തുകാരൻ്റെ ദൗത്യം. ഞാൻ എഴുതുന്നത് ഒരു പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അഭിമാനത്തിന് വേണ്ടി ഒന്നുമല്ല. അതൊരു ദൗത്യമാണ്, ഒരു നിവേദനമാണ്. അപ്പൊ ആ നിലയിൽ ധാരാളം എഴുതാൻ സാധിച്ചവർക്ക് ദൈവത്തിന്റെ ക്രമമുണ്ടാകും. എന്നാലും എന്തുമാത്രം എഴുതിയോ എന്തെല്ലാം എഴുതിയോ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ എഴുത്തിൽ എനിക്ക് തികഞ്ഞ സംതൃപ്തിയുണ്ട്. ഓരോ പുസ്തകവും എനിക്ക് അഭിമാനമാണ് നൽകുന്നത്. എൻ്റെ ദൗത്യം കുറച്ചുകൂടെ പ്രകാശനമായി തീരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ പുസ്തകങ്ങളെ പറ്റിയും ലേഖനങ്ങളെ പറ്റിയും തികഞ്ഞ സംതൃപ്തിയുണ്ട്. ദൈവം അനുവദിച്ചാൽ ഇനിയും ലേഖനങ്ങളുള്ള നിർബന്ധം എനിക്കുണ്ട്. അതിനുള്ള ഹോംവർക്കുകളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം വളരെ പരിമിതമാണ്. അതിൻ്റെതായ പരിമിതികൾ ധാരാളം ഉണ്ടതാണ്. എങ്കിലും ഈ അന്വേഷണവും പഠനവും ഒന്നും അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടരുകയാണ്. ഇടയ്ക്ക് ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ബ്രദറൻ ടീച്ചിങ്സിനെ പറ്റി നല്ല ഒരു ബോധ്യമുണ്ട്. സഭാചരിത്രം വളരെ ദീർഘമായി പഠിക്കുന്നതിന് എഴുതുന്നതിന് അവസരം എനിക്ക് കിട്ടി. അതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്തു ഒക്കെ ആണെങ്കിലും
സഭാവിഭാഗങ്ങളെ സംബന്ധിക്കുന്നുള്ള ശരിയായ പഠനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പഠനത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗം ബ്രദറൻ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ ബ്രദറൻ പ്രസ്ഥാനത്തിന്റെ തന്മയും സ്ഥിരതയും എന്ന പദപ്രയോഗമാണ്. അതാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അത് വ്യക്തമായി പഠിക്കുന്നവർക്ക് അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ നിശ്ചിതത, അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രസക്തി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബ്രദറൻ ഡോക്ടറിൻ മാത്രമേ അതിന്റെ തനിമ നിലനിർത്തുക, അതിന്റെ സ്ഥിരത സംരക്ഷിക്കുക ഈ കാര്യത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പസ്തോലനായ പത്രോസിന്റെ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പൗരോഹിത്യം, ആ വിഷയം ആധികാരികമായി ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ജോൺ ഡാർബിയാണ്. അത് ആഗോള ബ്രദറൻ സമൂഹത്തെ സ്വാധീനിച്ചതോടൊപ്പം നമ്മുടെ മലയാളത്തിൽ മഹാകവി കെ സൈമൺ വിശ്വാസികളുടെ പൗരോഹിത്യം, ബിലീവേഴ്സ് പ്രീസ്റ്റ്ഹുഡ് വളരെ ശക്തമായി പഠിപ്പിച്ചു. ആ ബേസിക് നോളജാണ് ബ്രദറൻകാരെ നിലനിർത്തുന്നത്. ബ്രദറൻകാർക്ക് ഒരുപാട് പ്രതിസന്ധികളും വ്യതിചലനത്തിനുള്ളതായ സാധ്യതകളും ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ എപ്പിസ്കോപ്പലിസം ആകെ പരാജയപ്പെട്ട് കിടക്കുകയാണ്. പോസിറ്റീവ് തിങ്കിങ്ങിന്റെ അതിരുവിട്ട ഒരു കടന്നാക്രമണമാണ് ബ്ലെസ്സിങ്സ് എന്ന പദത്തിന്റെ പുറകിൽ ഇപ്പോൾ ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറയും. അത് നിയന്ത്രിക്കാനാവാത്തൊരവസ്ഥയിൽ വന്നിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങളൊന്നും തന്നെ ബ്രദറൻകാർക്കുണ്ടായിട്ടില്ല. അവരെ പഴയ പടിയിൽ തന്നെ നിൽക്കുക. അതാണ് ഉപദേശ വിഷയങ്ങളുടെ തനിമ, ഉപദേശ വിഷയങ്ങളുടെ സ്ഥിരത എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. ആ ശ്രേഷ്ഠമായൊരു പഠനം അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ അഭിമാനം തന്നെയുണ്ട്. വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യും. അത് എനിക്ക് ബോധ്യമുണ്ടെങ്കിലും എന്റെ ദൗത്യം അതാണ്. വിളിക്കുന്നത് അതേ വരത്തുള്ളൂ. ദേവ് സാറ്, അതെ അതാണിപ്പം ദ ഒറിജിൻ ആൻഡ് കൺസിസ്റ്റൻസി എന്ന ഒരു വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചത്. തനിമയും സ്ഥിരതയും എന്നുള്ള വാക്കുകൂടി ഉപയോഗിച്ചു. ഒരു വലിയ എഴുത്തുകാരൻ വാട്ട് ദ ബൈബിൾ ടീച്ചേഴ്സിന്റെ ഒരു കമന്റേറിയൻ ഈ 2ഉം 3ഉം അധ്യായം വെളിപ്പാട് പുസ്തകത്തിന്റെ എക്സ്പോസിഷൻ കൊടുക്കുമ്പോൾ അതിന്റെ പ്രധാനമായ അംശം അറിയാം. 2 വ്യൂ ഉണ്ടല്ലോ, ഒന്ന് ചരിത്രപരം, 2 ഹിസ്റ്റോറിക്കൽ ആൻഡ് പ്രൊഫറ്റിക്കൽ. അത് പറയുമ്പോൾ ഈ ഫിലഡൽഫിയ സഭയെ കുറിച്ചുള്ള തന്റെ വീക്ഷണം താൻ പറയുന്നത് 15ാം നൂറ്റാണ്ടിൽ 1517 അവിടെ റിഫോർമേഷൻ ഉണ്ട്. ചർച്ച് വാസ് റിഫോംഡ്. But the church was not refined under John Darby. ഉപദേശ വിഷയത്തിൽ പ്രത്യേകിച്ച് സഭാതത്വ ശാസ്ത്രത്തിലാണെങ്കിൽ ആ റിഫൈൻമെന്റ് വരുന്നത് അത് ജെയിൻ ഡാർബിയുടെ ടീച്ചിങ്സിനോട് കൂടിയാണ്. ആത്മാർത്ഥത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഒരു പറഞ്ഞ ആഗമനം പതനസഭയെ ചോദിച്ചു 1ാം തലമുറ, കേരളത്തിൽ ആന്ധ്ര, കേരള, തമിഴ്നാട്ടിലൊക്കെ വന്നപ്പോഴത്തേക്ക് അത് 2ാം തലമുറ, പിന്നീട് ഒരു 3ാം തലമുറ തൊട്ട് ഈ കൺസിസ്റ്റൻസി തനിമയുണ്ട് താത്വികമായിട്ട്. ഈ കൺസിസ്റ്റി മലയാളം പറഞ്ഞത് തനിമയും ആ സ്ഥിരത ഉപദേശപരമായിട്ട് ബ്രദറൻ പ്രസ്ഥാനത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രാക്ടിക്കലായിട്ടാണ് ചോദിക്കുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്.
എന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് പറഞ്ഞാൽ ഏത് മൂവ്മെന്റും ക്ഷണത്തിൽ ആരംഭിക്കും. മൂവ്മെന്റിന്റെ ആയുസ് എന്ന് പറയുന്നത് തികഞ്ഞും തൃപ്തികരമായ വിധത്തിലാണെങ്കിൽ 50 വർഷമേ ഉള്ളൂ. 50 വർഷം മുതൽ സിംഗിങ് സ്റ്റേജിലാണ്, പരീക്ഷണങ്ങളാണ്, ചേർക്കപ്പെടേണ്ടതായിട്ടുണ്ട്, പൊളിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ഒരു സംരംഭത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഷെയ്പ്പ്ലെസ് ആയിട്ട് മാറും. അവിടുത്തെ തനിമയും സ്ഥിരതയും അതോടെ അവസാനിക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഫ്രെയിം വെച്ചാണ് പിന്നെ നടക്കുന്നത്. എന്നാൽ ജയന്താളിലേക്ക് കിട്ടിയ പ്രകാശം എന്ന് പറയുന്നത് അദ്ദേഹം ശക്തമായിട്ട് ഈ അടിത്തറയിട്ടു. അടിത്തറയിൽ വ്യത്യാസം വന്നിട്ടില്ല. പിന്നീട് വന്ന ജനറേഷനുകളിൽ വ്യത്യാസം വന്നു. ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്ര തൃപ്തികരമാണ് എന്ന് സത്യസന്ധമായി പറയാൻ നിവൃത്തിയില്ല. എങ്കിലും സംഭവം നിലവിലുണ്ട് എന്ന് നമുക്ക് പറയാം, ചിന്തിക്കാം. തനിമയിലേക്ക് പോകാനായിട്ട് അച്ഛന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അതിനിപ്പോൾ സമയം ഇല്ല. ദൈവം ചോദിച്ചാൽ വേറെ പറയാം. അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. എനിക്ക് സന്തോഷമുള്ളൂ. എന്നാൽ ഈ ചെയ്തു വേണം എന്നുള്ള നിർബന്ധം ഉള്ള ഒരാളാണ് ഞാൻ. അതിനകത്ത് സംശയമൊന്നുമില്ല. ഒരളവ് വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി സമഗ്രമായ ഒരു വിലയിരുത്തലുമാണ് ശ്രീ ജെ.സി. ദേവസാറിൻ്റെ നാവ് ചലിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇരുത്തുമെന്ന മുഴുവൽക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുബന്ധമായി മിസ്റ്റർ രാജൻ തോമസ് അവர்களுം ആ നല്ല ഒരു ചോദ്യം ഉന്നയിച്ചു. വളരെ നന്ദി. ഡോക്ടർ അലക്സാണ്ടർ കുര്യൻ ബ്രദറിൻ ഡിസ്റ്റിങ്റ്റീവ്സ് എന്നൊരു വിശിഷ്ട കൃതി രചിച്ചിട്ടുണ്ട്. ആഗോള ബ്രദറിൻകാരുടെ മധ്യത്തിൽ മറ്റൊരു ഇംഗ്ലീഷുകാരൻ ബ്രദറിൻ ഡിസ്റ്റിങ്റ്റീവ്സ് വളരെ നല്ല ഒരു ബൃഹത്തായ പുസ്തകം രചിച്ചിട്ടുണ്ട്. എന്നാൽ ജെ.സി. ദേവസാറിൻ്റെ ബൈബിളികം എന്ന ഒരു പദം മലയാളത്തിൽ ചേർത്തത് ശ്രീ C.J. ദേവശ്രീക്കുട്ടിയുടെ തൂലികത്തുണ്ടാണ്. ജെ.സി. ദേവ അദ്ദേഹത്തിൻ്റെ രചനയിൽ സ്വീകരിച്ചിരിക്കുന്ന നാമധേയമാണല്ലോ. ഈ സ്വതസിദ്ധമായ ലാളിത്യം പകർന്ന ആ 2 പദങ്ങൾക്ക് നിങ്ങൾ ഈ സാഹിത്യ സല്ലാപം അങ്ങേക്ക് സല്യൂട്ട് ഇപ്പോൾ തന്നെ നൽകുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തലിലേക്ക് പോകുന്നു. ഇതിന് മറുപടി നൽകുന്നത് ശ്രീ NV ബാബു കല്ലുശ്ശേരി അവർ ആയിരിക്കും. മലയാളക്കരയിലെ ക്രൈസ്തവ സ്വാധീനം നാം ഒന്ന് നോക്കുമ്പോൾ 1 നൂറ്റാണ്ടിന് പിന്നാക്കം അനേക വിദേശ മിഷണറിമാർ ഈ മണ്ണിൽ കാലുകുത്തി ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ ബീഹാറും മറ്റും താരതമ്യം ചെയ്ത് നോക്കിയാൽ വളക്കൂറുള്ള ഒരു മണ്ണും സുവിശേഷം അപ്പാടെ ഒപ്പിയെടുത്ത് അടുത്ത തലമുറയെ ഇന്ത്യയിലെമ്പാടും വിന്യസിക്കുകയും ചെയ്ത ഒരു സമൂഹം എന്ന് പറയുന്നത് മലയാള ക്രൈസ്തവം. ബ്രദറൻ ഭിത്തിയുടെ പരിമിതിയിൽ നിൽക്കാതെ ഈ ചോദ്യം ഉന്നയിക്കട്ടെ. എന്നാൽ ഈ 1 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും 1.5 നൂറ്റാണ്ടിനോട് അടുക്കുമ്പോഴും വിദേശ മിഷണറിമാർ ഇവിടെ വന്ന് അവർ നൽകിയ ഭാഷയ്ക്കും ബൈബിളിനും ദൈവശാസ്ത്ര വിചിന്തനത്തിനും എല്ലാം അവർ നൽകിയ സംഭാവന ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ പിന്നീട് വന്ന തദ്ദേശീയ മിഷണറിമാർ അവരുടെ സേവനം എന്തായിരുന്നു? എങ്ങനെയാണ്? ഒരു വിപരീയമാണോ? എന്തായിരിക്കാം അതിനുള്ള കാരണങ്ങൾ? അല്ല,
എന്തു തന്നെ ആയിരിക്കാം ഈ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ? ഐ എം പോയിന്റിംഗ് ടുവേർഡ്സ് മിസ്റ്റർ MV ബാബു കല്ലിശ്ശേരി ഈ സാഹിത്യ സല്ലാപത്തിൽ. നവീകരണം ഇന്നും പ്രോഗ്രസീവാണ്. എന്തെങ്കിലും സംഭവിച്ച ഒരു ചരിത്രപരമായ മാറ്റം അത് അതിൽ തന്നെ പൂർണ്ണമല്ല. അത് റിഫോർമേഷൻ കാലവും റിനൈസൻസ് കാലവും ഇതെല്ലാം ഭാഗികമായ നവീകരണം മാത്രമേ മുൻപോട്ട് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ പ്രോഗ്രസീവായി വന്നപ്പോൾ ഏതാണ്ട് പരിപൂർണമായൊരു നവീകരണം അല്ലെങ്കിൽ സൂക്ഷ്മമായ നവീകരണമാണ് ഡാർബിയുടെ കാലത്ത്, അല്ലെങ്കിൽ ഡാർബിയും അദ്ദേഹത്തോട് ചേർന്ന് ഇറങ്ങിയ സ്വയമായി പഠിച്ച് മുൻപോട്ട് വന്ന ചെറുപ്പക്കാര് അൾത്താരയും പൗരോഹിത്യത്തിന്റെ സാന്നിധ്യവും ഇല്ലാതെ ദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കാം എന്നുള്ള ആ വലിയ കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് വന്ന ആ 4 യുവാക്കന്മാര് ഒരു വലിയ വ്യതിയാനം വരുത്തുകയായിരുന്നു. പൗരോഹിത്യ സാന്നിധ്യമില്ലാതെ, മേൽപ്പട്ടക്കാരില്ലാതെ സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കാം എന്നുള്ള ആശയം. കാരണം ഡാർബി ഒരു പുരോഹിതനായിരുന്നു. പൗരോഹിത്യത്തിന് എപ്പിസ്കോപ്പൽ ഹൈറാർക്കിയുടെ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ മേൽപ്പട്ടത്തും ഒരു ഒറ്റവാക്കിൽ എങ്ങനെ പറയാൻ പറ്റും? പൗരോഹിത്യ ആധിപത്യം അത് അനുഭവിച്ച് അതിന്റെ വേദനകൾ അനുഭവിച്ചിട്ട് ഡാർബി അതിൽ നിന്ന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോരുകയായിരുന്നു. അങ്ങനെ ഒരു നവീകരണത്തിന്റെ പുതിയ ആശയം, അല്ലെങ്കിൽ കുറെ കൂടെ മാർട്ടിൻ ലൂഥറിന്റെയും ഒക്കെ കാലത്തിന് ശേഷമുള്ള കുറെ കൂടെ സൂക്ഷ്മമായ നവീകരണം കൊണ്ടുവന്നതിന്റെ ഫലമാണ് ഈ ബ്രദറൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരളവോളം ആ നവീകരണത്തിന്റെ പൂർണ്ണതയിൽ എത്തുവാനായിട്ട് കഴിഞ്ഞു. എങ്കിലും ഇനിയും പ്രായോഗികമായ പല കാര്യങ്ങളും മാറ്റം വരേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ഞാൻ ചേർത്ത് പറയട്ടെ. അന്ന് അവർക്ക് ലഭിച്ച കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ഒരു കാര്യം ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു. മിഷണറിമാർക്ക് ഉപദേശപരമായ ആ വലിയ വ്യതിയാനം ഉണ്ടായതിലെ സുപ്രധാനമായൊരു കാര്യം കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റെടുത്തുകൊണ്ട് ലോകമെമ്പാടും പോവുക. അങ്ങനെയാണ് മിഷണറിമാര് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. അതിൽ ആദ്യമായിട്ടുള്ള കാലുകുത്തിയ ബ്രദറൻ മിഷണറി ആന്റണി മെമ്മറീസ് ഗ്രോൺസ് എന്ന് പറയുന്ന ദേവദാസനാണ്. 1833 അദ്ദേഹം ഇവിടെ വന്നു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആന്ധ്രാപ്രദേശിലും മറ്റ് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പല മിഷണറിമാരും വന്നു. എന്നാൽ കേരളത്തെയും സൗത്ത് ഇന്ത്യയും ഒക്കെ കൂടുതലായിട്ട് ബ്രദറൻ ഡിസ്റ്റിങ്ഷൻസ്, ബ്രദറൻ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകമായ ഉപദേശ സംഹിതകൾ പഠിപ്പിച്ചത് ഹാൻലി ബോർഡ് എന്ന് പറയുന്ന ദേവദാസനാണ്. അതിനുശേഷം ഇവിടെ വന്ന നോയൽ സാഹിബ് വന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ വന്നത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സാമൂഹ്യ സേവനം കൊണ്ട് ക്രൈസ്തവികത അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്ഷാമാർഗത്തെ ഈ സമൂഹത്തോട് പറയുക. പ്രായോഗികമായി എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാമോ അത് ചെയ്തുകൊണ്ട് കേവലം ഉപദേശം മാത്രമല്ല, ആളുകളെ സ്നേഹത്തോടുകൂടി സമീപിക്കുക. അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബേഡ് സാഹിബ് ഒരു അനാഥശാല സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ആളാണ് ബേഡ് സാഹിബ്. എന്നാൽ നോയൽ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായ സമൂഹത്തെ, നമ്മുടെ സമൂഹത്തില് പിന്നോക്കം അനുഭവിക്കുന്ന സമൂഹത്തെ ഉയർത്തുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം ഇവിടെ വന്ന് മധ്യതിരുവിതാംകൂറിന്റെ അനേക ഭാഗങ്ങളിലും അതിനപ്പുറത്തോട്ടും ഉള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളും പള്ളികളും പള്ളിക്കൂടങ്ങളും ഒക്കെ സ്ഥാപിച്ച് പാവപ്പെട്ട ജനങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം മുൻപോട്ട് വന്നു. അത് എനിക്ക് തോന്നുന്നത് ഇതര രാജ്യങ്ങളിലുള്ള ബ്രദറൻ സമൂഹത്തെക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ ഉള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് ചരിത്രം പറയുന്നില്ല. അതിനേക്കാളൊക്കെ അധികമായിട്ട് ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തില് ആ സാമൂഹിക
സാമൂഹിക പ്രവർത്തനങ്ങൾ നടന്നു. അതനുസരിച്ച് സഭകൾ ഇവിടെ ഉണ്ടായി, സഭകൾ വളർന്നു. എന്നാൽ നമുക്കറിയാം, ദുഃഖകരം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, വിദേശ മിഷണറിമാര് ഇന്ത്യയുടെ പ്രത്യേക നിയമം അനുസരിച്ച് ഇവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ തദ്ദേശീയരായ സുവിശേഷ പ്രവർത്തകര് ആ കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോകുവാൻ അവർക്ക് സാധിച്ചില്ല. ഒരു പക്ഷേ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമായ പ്രശ്നങ്ങളായിരിക്കാം. അപ്പം സമൂഹത്തെ സഹായിക്കുവാനും ഹോസ്പിറ്റലുകളും സ്കൂളുകളും അതുപോലെ അനാഥാലയങ്ങളും അങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കുവാനായിട്ടുള്ള ശ്രമം ഇവിടെയുള്ള സുവിശേഷന്മാർക്ക് സാധിച്ചില്ല. അവർ കേവലം സുവിശേഷം അറിയിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി മുൻപോട്ട് പോയി. അത് നമ്മുടെ സഭകൾ വളരുന്നതിന് വളരെയധികം തടസ്സമായിട്ട് ഇന്നും നിൽക്കുന്നു എന്നുള്ളതൊരു വലിയ സത്യമാണ്. സമൂഹത്തിന്റെ ശരിയായ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാതെ മുൻപോട്ട് പോകുന്നതുകൊണ്ട് സമൂഹത്തെ സ്വാധീനിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ്. അതിലേക്ക് മടങ്ങി വരണം എന്നുള്ള ഒരു ആഹ്വാനത്തോടുകൂടി ഞാനിവിടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.